നമസ്കാരം. കാൽ നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൽ നടപ്പിലാക്കിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്കും ബിജെപിയുടെ മുന്നേറ്റത്തിനും വഴിയൊരുക്കിയേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. സംസ്ഥാനത്താകെ 7 ലക്ഷത്തോളം വോട്ടർമാർ പട്ടികയിൽ നിന്നും പുറത്തായപ്പോൾ ബിജെപി ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും വലിയ ഇടിവ്. 3.03 ലക്ഷം കുറവാണ് ഇത്തവണ ഉള്ളത്. വോട്ടുകൾ കുറഞ്ഞത് പ്രതിപക്ഷ മുന്നണികൾക്ക് ആശങ്കയുണ്ടാക്കുമ്പോൾ ഇത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. ബിജെപി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം എന്നീ നഗരമണ്ഡലങ്ങളിൽ മാത്രം 30,000 മുതൽ 46,000 വരെ വോട്ടർമാരുടെ കുറവുണ്ടായിട്ടുണ്ട്. മരിച്ചവരുടെ പേരൊഴിവാക്കൽ, ഇരട്ടിപ്പുകൾ, ദീർഘകാലമായി താമസം മാറിയ എന്നിവരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. മണ്ഡലത്തിൽ താമസിക്കാത്തവരുടെയും മരിച്ചവരുടെയും പേരിൽ ചെയ്യപ്പെട്ടിരുന്ന കള്ളവോട്ടുകൾ തടയാൻ പുതിയ പട്ടികയിലൂടെ സാധിക്കുമെന്നും ഇത് ബിജെപിക്ക് വലിയ രീതിയിൽ ഗുണകരമാകുമെന്നുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സാധാരണഗതിയിൽ നഗരമണ്ഡലങ്ങളിൽ ബിജെപിക്ക് ലഭിക്കുന്ന ഉറച്ച വോട്ടുകൾ കൃത്യമാണെന്നും എന്നാൽ പട്ടികയിൽ നിലനിന്നിരുന്ന അദൃശ്യമായ വോട്ടുകൾ പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ അനുകൂലമായി ഉപയോഗിച്ചിരുന്നുവെന്നും ബിജെപി ആരോപിക്കുന്നുണ്ട്. വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചതോടെ ഇത്തവണത്തെ മത്സരം ഏറ്റവും സുതാര്യമായിരിക്കുമെന്നും ഇത് കൃത്യമായ പോളിംഗ് നിലയിലേക്ക് ബിജെപി എത്തിക്കുമെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമൻ പ്രതികരിച്ചിട്ടുണ്ട്. കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന ഈ മണ്ഡലങ്ങളിൽ ബോഗസ് വോട്ടുകൾ ഇല്ലാതാകുന്നത് NDAയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കും. തെക്കൻ കേരളത്തിൽ വോട്ടർമാർ കുറഞ്ഞപ്പോൾ മലപ്പുറം ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് മാത്രം 2.19 ലക്ഷം വോട്ടർമാരാണ് പുതിയതായി പട്ടികയിൽ ഉൾപ്പെട്ടത്. വടക്കൻ കേരളത്തിലെ ഈ വോട്ട് വർധനവ് UDFനെയും LDFനെയും തുണയ്ക്കുമെന്ന് കരുതുമ്പോഴും തെക്കൻ കേരളത്തിലെ നഗരമണ്ഡലങ്ങളിൽ വോട്ടർ പട്ടിക ക്ലീൻ ആയത് ബിജെപിക്ക് നിയമസഭയിലേക്കുള്ള വഴി തെളിക്കുമെന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. കൃത്യമായ കണക്കുകൾ പുറത്തു വരുന്നതോടെ മെയ് 4-ന് ഈ വോട്ടർ സർജറി ആരെയാണ് തുണച്ചതെന്ന് വ്യക്തമാക്കും. SIRന് മുൻപ് 2025 ഒക്ടോബറിൽ വോട്ടർ പട്ടിക മരവിപ്പിച്ച ഘട്ടത്തിൽ വോട്ടർമാരുടെ എണ്ണം 2.78 കോടിയായിരുന്നു. മാർച്ച് 23-ന് പുറത്തിറങ്ങിയ അന്തിമ പട്ടിക പ്രകാരം ഇത് 2.71 കോടിയായി കുറഞ്ഞു. ഇതോടെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വലിയ പരാതികളില്ലാതെയാണ് SIR പ്രക്രിയ പൂർത്തിയായതെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ 93 എണ്ണത്തിലും വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. തെക്കൻ കേരളത്തിലാണ് ഈ കുറവ് കൂടുതൽ പ്രകടമായിരിക്കുന്നത്. വോട്ടർമാരുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തിയ 47 മണ്ഡലങ്ങളും വടക്കൻ കേരളത്തിലാണ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചു. അതേസമയം തിരുവനന്തപുരം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലും എറണാകുളം ജില്ലയിലെ ഒരു മണ്ഡലത്തിലും 30,000-ലധികം വോട്ടർമാരുടെ വലിയ കുറവും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മറ്റ് 41 മണ്ഡലങ്ങളിൽ 10,000-നും 20,000-നും ഇടയിൽ വോട്ടർമാർ കുറഞ്ഞു. 27 മണ്ഡലങ്ങളിൽ 5,000 മുതൽ 10,000 വരെയും 20 മണ്ഡലങ്ങളിൽ 5,000-ന് താഴെയുമാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ത്രികോണ മത്സരം നടക്കുന്ന ചെറിയ ഭൂരിപക്ഷത്തിന് ഫലം നിശ്ചയിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഈ മാറ്റം വളരെ നിർണായകമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത്. 3.03 ലക്ഷം വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുറവുണ്ടായത്. 30,000 മുതൽ 46,000 വരെ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു. ബിജെപി നേതൃത്വത്തിലുള്ള NDA വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണിവെന്നതും ശ്രദ്ധേയമാണ്. SIR മുസ്ലിം വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് തോന്നൽ മലപ്പുറത്തും വടക്കൻ കേരളത്തിലും വോട്ടർമാരുടെ എൻറോൾമെന്റ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടാകാമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു.